എന്നെ ദേ നിൽക്കുന്ന മെനോനും കൂടെ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി അടച്ച് മുണ്ടും തുണിയൊക്കെ ഉരിഞ്ഞു നിർത്തി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ബാലേന്ദ്രൻ? പറഞ്ഞോടോ? നോ സർ, ഹി സജസ്റ്റഡ് എ ഡിസ്കഷൻ. എന്നാ പിന്നെ എന്തൊക്കെയാ തന്റെ ചോദ്യങ്ങള്? ചോദിച്ചോ. സാറിനോട്, ഐ മീൻ നിങ്ങൾ രണ്ടാളോടും കമ്മീഷന്റെ സമീപനം. വെരി ഹോസ്റ്റൈൽ. കമ്മീഷന്റെ സിറ്റിംഗ് കഴിഞ്ഞ് പിറ്റേന്നിറങ്ങിയ പത്രമൊന്നും താൻ വായിച്ചില്ലേടോ? എടോ, എന്നെ പിടിച്ചങ്ങ് തൊലി ഉരിച്ചു കളഞ്ഞില്ലേ? സർ, അത് തന്നെയാണോ എന്റെ അനുഭവം. സത്യത്തില് ആരെങ്കിലും അയാളെ ഇങ്ങനെ അങ്ങ് കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവിനാണ് സത്യം. ഇരുട്ടുവാക്കിന് ഒറ്റയ്ക്ക് എങ്ങാനും കിട്ടുമ്പോ ഞാൻ അയാളുടെ ആറാമാര് നോക്കി 2 എണ്ണം കൊടുത്തേന്. താൻ കുടിക്കുവോ? കുടിക്കും സർ, ബട്ട് ഐ എം ഓൺ ഡ്യൂട്ടി. പക്ഷേ ഭരത, ബിറ്റ്വീനസ് നമ്മളെ പോലീസുകാർക്ക് കണ്ട അണ്ടനെ അടകൂടനെയും ചെമ്മാനെയും ചെരുപ്പൂത്തിയൊക്കെ ചുമ്മാ ചളക്കാന്നല്ലാതെ ഒരു ജഡ്ജിയെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുവോളോ? എനിവേ, തന്റെ ഒരു വല്ലാത്ത പൊസിഷനാണ്. എവിടെ തുടങ്ങണമെന്നോ എങ്ങോട്ട് പോണമെന്നോ അറിയാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ. എന്റെ അഭിപ്രായത്തില് ചത്തുപോയ കമ്മീഷനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് പുതിയൊരു കമ്മീഷനാണ് നിയമിച്ചൂടെ? നമ്മള് പോലീസുകാരുടെ തലയിലെ ഭാരം ഒഴിയുമല്ലോ. ഹലോ മോൻജി, ആइए जी. ഹലോ. ഓക്കെ, ഓക്കെ, ശരി. മിസ്റ്റർ ഭരത്ചന്ദ്രൻ, പുതിയ കമ്മീഷണർ. ഞാൻ മോഹൻ തോമസ്. താൻ കേട്ട് കാണുമോ? മോഹൻ തോമസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും, പിന്നെ ഇന്ത്യക്ക് പുറത്തും അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ബിസിനസ് മാൻ. മോർ ഓഫ് എ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ വിത്ത് എ സ്ട്രോങ് ബേസ് ഇൻ ഡൽഹി, അല്ലേ മോഹൻജി? അങ്ങനെയും വിളിക്കാം. രാഷ്ട്രീയം, കച്ചവടം രണ്ടും കൂടിക്കലർന്ന ഉപജാപം. ഇതിലേതാണ് യഥാർത്ഥ തൊഴിലെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തെ ചിലർ ചിലപ്പം മന്ത്രി എന്ന് വിളിക്കും. വെറും മന്ത്രിയല്ല, കേന്ദ്രമന്ത്രി. ചിലപ്പോ ചിലര് MP എന്ന് വിളിക്കും. ഹേയ്, ഇത് രണ്ടുമല്ല, ആവണമൊന്നുമില്ല. പിന്നെ അധികാരം വേണമെങ്കിൽ നമ്മൾ നേരിട്ട് കസേര ഇരിക്കണമെന്നില്ലല്ലോ, അല്ലേ മിസ്റ്റർ ഭരത്? കസേര ഇങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ ഇരുന്നാ പോരെ, അല്ലേ? സർ, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. കമ്മീഷനെ ആരെങ്കിലും കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ 2 എണ്ണം കൊടുക്കാമായിരുന്നു എന്ന് സാർ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മളെപ്പോലുള്ള പോലീസുകാർക്ക് ഒരു ജഡ്ജിനെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുമോടോ എന്നും ചോദിച്ചു. ചോദിച്ചു. അപ്പോ കമ്മീഷനെ വകവരുത്താൻ വേണ്ടി അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലിച്ചതാണ് എന്ന് സാറിന് ഉറപ്പുണ്ട്? അല്ല, അത് ഞാൻ പറഞ്ഞു. ഐ മീൻ, സാറിനെ പോലെ തന്നെ കമ്മീഷനോട് വൈരാഗ്യമുള്ള, സാറിനേക്കാൾ അധികാരവും സ്വാധീനവുമുള്ള മറ്റാരോ ആവാം, അല്ലേ സാർ? ഗോഡ് നോസ്. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ. അവന്റെ ഒട്ടുക്കത്തെ ചില ചോദ്യങ്ങള് സർ, ഇവിടെ പറഞ്ഞാടോ? സർ, പിന്നെ മോൻജി ഡൽഹി പോകുമ്പോ മന്ത്രി സൂക്ഷ്മ ബുദ്ധി, സൂത്രശാലി,